الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഹൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. നാം ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും വിചാരിച്ചതിലപ്പുറം വിജയം അല്ലാഹു നൽകട്ടെ. അവൻ്റെ കാവലും സുരക്ഷയും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും എല്ലാ ദിവസങ്ങളിലും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഹിജ്റയുടെ 18-ാമത്തെ വർഷം തിരുദൂതരുടെ വഫാത്ത് കഴിഞ്ഞു 7 വർഷത്തിന്റെ ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖിലാഫത്ത് കാലം ഒരു വർഷം കടന്നുപോയി. വളരെയേറെ പ്രയാസമുള്ളൊരു വർഷമായിരുന്നു. ആ വർഷത്തിന് ആമുർ റമാദ എന്ന പേര് വരെ വന്നു ചരിത്രത്തിൽ. എന്താണ് ആമുർ റമാദ എന്ന് പറഞ്ഞാൽ? ഈ തീ കത്തിയിട്ടുണ്ടാകുന്ന ചാരത്തിന് നമ്മളിവിടെ എന്താ പറയാറില്ല, വെണ്ണൂറ് എന്നൊക്കെ പറയില്ല. വെണ്ണീറ അതിനാണ് ഈ റമാദ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു വർഷം കഴിഞ്ഞു പോയിരുന്നു. ഇലകളൊക്കെ കരിഞ്ഞ് ഉണങ്ങി പൊടിഞ്ഞ് വെണ്ണീറായി, ഭൂമിയൊക്കെ വരണ്ട് ഒരു പച്ച തളിർപ്പ് കാണാൻ കഴിയാത്ത പരുവത്തിലായി, വരണ്ട് ഉണങ്ങി എന്ന് പറഞ്ഞാൽ പോരാ, കരിഞ്ഞ് ചാമ്പലായി വെണ്ണീറായി മാറിയ സ്ഥിതിവിശേഷം വന്നു. ആ സമയം പ്രത്യേകമായിട്ടുള്ള മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സംഘടിപ്പിച്ചു. ഇസ്ലാം പഠിപ്പിച്ച ഒരു ആശയമാണ് പ്രകൃതിപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതുപോലുള്ള മഴ ജാസ്തിയായാലും മുസീബത്താണ്, മഴ ആവശ്യത്തിന് പെയ്യാതിരുന്നാലും മുസീബത്താണ്, തീരെ പെയ്യാതിരുന്നാൽ കടുപ്പപ്പെട്ട മുസീബത്താണ്. ആ മുസീബത്തുകളെയൊക്കെയും മറികടക്കാൻ അള്ളാഹുവിലേക്ക് വിനയപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നാണ് ഇസ്ലാമിലൊരു നിയമം തന്നെ. നമ്മൾ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മഴ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആമുഖമായി നടത്തുന്ന മഴയെ തേടുന്ന സുന്നത്ത് നിസ്കാരം തന്നെ ഉണ്ട്, 2 റക്അത്ത്. ആ കാലത്ത് അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഇസ്ലാമിക ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ പൊതുവായിട്ട് ആഹ്വാനം ചെയ്യുകയും എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള ഒരു മൈതാനത്തേക്ക് വരാൻ പറയുകയും അതിലാണും പെണ്ണും ചെറുതും വലുതും വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് വരികയും ചെയ്യും. ഒരു മദീനത്ത് ഒരു മൈതാനത്ത് സംഗമിച്ച് അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച് ഖുതുബ ഓതി പ്രാർത്ഥിക്കുന്ന ആ ഇസ്ലാമിക ശരീഅത്തിലുള്ളതാണ്. എന്നാൽ ഈ ഹിജ്റ 18-ന്റെ ആമുർ റമാദ എന്ന് പറയുന്ന ആ ഒരു ചരിത്ര വർഷത്തിൽ എല്ലാം കരിഞ്ഞുറങ്ങിക്കിടക്കുന്ന സമയത്ത്, മദീനയിൽ ആകമാനം ഈ ബർദിയും ക്ഷാമവും പിടിപെട്ട സമയത്ത്, മഴയില്ലാതെ ബുദ്ധിമുട്ടായ സമയത്ത് മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു രീതിയുണ്ട്. എല്ലാവരും വിളിച്ചുകൂട്ടി ദ്വാരക്കാൻ വേണ്ടിയിട്ട് അവിടെ നടത്തിയ ഒരു ചെറിയൊരു സംഭവമാണ് ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം എന്നവർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ട് പറയാണ്, ഖാല ഇസ്തസ്ഖാ ഉമറു ആമർ റമാദ. വെണ്ണീർ വർഷത്തിൽ ഉമർ ഖത്താബ് തങ്ങള് മഴതേട്ടം നടത്തി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പ്രാർത്ഥിച്ചു. അബ്ബാസ് എന്ന് പറഞ്ഞത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പാന്റെ അനിയനാണ്. നബിയെക്കാളും ഒരു 2-3 വയസ്സ് കൂടും അബ്ബാസ് എന്ന് പറഞ്ഞത്. 2-3 വയസ്സ് മൂത്ത ആളാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ വാപ്പ അബ്ദുള്ള എന്നവരുടെ അനുജനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫഖാല, അബ്ബാസ് തങ്ങളെ കൊണ്ട് മഴതേട്ട പ്രാർത്ഥന നടത്തിയതിന്റെ രൂപം എങ്ങനെയാണെന്ന് കേട്ടാൽ, ഉമർ ഖത്താബ് ദുആർക്കാണ്, അല്ലാഹുമ്മ ഹാദാ അമ്മു നബിയിക നതവജ്ജഹു ഇലൈക ബിഹി ഫസ്ഖിനാ. ഇതാണ് ഉമർ ഖത്താബിന്റെ ദുആ. അല്ലാഹുമ്മ, പടച്ചോനെ, ഹാദാ അമ്മു നബിയിക, ഈ ഇരിക്കുന്നത് നിന്റെ നബിയുടെ പിതൃ സഹോദരനാണ്. നതവജ്ജഹു ഇലൈക ബിഹി,
ഈ നബിയുടെ പിതൃ സഹോദരനെ കൊണ്ടാണ് ഞങ്ങൾ നിന്നിലേക്ക് മുന്നിടുന്നത്. ഫസ്ഖിനാ, നീ ഞങ്ങൾക്ക് മഴ തരണേ പടച്ചോനെ. ഇതാണ് ഉമർ ഖത്താബിന്റെ പടച്ചോനെ, ഇത് നിന്റെ നബിയുടെ എളാപ്പയാണ്, ഈ എളാപ്പയെ കൊണ്ടാണ് ഞങ്ങൾ നിന്നിലേക്ക് മുന്നിടുന്നത്, ഞങ്ങൾക്ക് മഴ വേണം. ഇത് റസൂലുള്ളാന്റെ എളാപ്പയാണ് ഈ ഇരിക്കുന്നത്, ഈ എളാപ്പാനെ കൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് മഴ വേണം. ഈ എളാപ്പക്ക് ഒരു സ്ഥാനമുണ്ട്. ഇതാരാ? സാധാരണ ഒരാളല്ല, നിന്റെ നബിയുടെ എളാപ്പയാണ് ഇരിക്കുന്നത്, അവരെ വെച്ചിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് മഴ വേണം. ഫമാബരിക്കു, അധികം താമസിച്ചില്ല, ഹത്താ സഖാഹുമുല്ലാഹു, പെട്ടെന്ന് അവർക്ക് അല്ലാഹു തആല മഴ നൽകുകയും ചെയ്തു. മഴ കിട്ടി, വേർന്ന് മഴ കിട്ടി. ഫഖാല ഉമർ, ആ സമയത്ത് ഉമർ ഖത്താബ് തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉത്ബോധനം, അതും വളരെ ശ്രദ്ധേയമാണ്. അയ്യുഹന്നാസ്, ഉമർ ഖത്താബ് ജനങ്ങളോട് പറയാം, മനുഷ്യരെ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യറാ ലിൽ അബ്ബാസി മാ യറൽ വലദു ലിവാലിദിഹി. ഓ ജനങ്ങളെ, നമ്മുടെ ഹബീബായ നബി തങ്ങൾ അബ്ബാസ് എന്നവർക്ക് നൽകിയിട്ടുണ്ട്, കാണുമായിരുന്നു, മാ യറൽ വലദു ലിവാലിദിഹി, ഒരു മകൻ പിതാവിന് കാണുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി അബ്ബാസ് എന്നവർക്ക് കാണുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മക്കളും ബാപ്പയായിട്ടുള്ള ആ ഒരു ബന്ധം. ബാപ്പാനോടൊരു മകൻ ഏതെല്ലാം നിലക്ക് കടപ്പാട് പുലർത്തിയിരുന്നുവോ അതുപോലെ നബി തങ്ങൾ കടപ്പാട് പുലർത്തിയ ആളാണ് അബ്ബാസ് എന്നവർ. അബ്ബാസ് എന്നവർ നബിയുടെ നേരെ വാപ്പയല്ല, എന്റെ വാപ്പാന്റെ സഹോദരൻ. പിതൃ സഹോദരന്മാർ പിതാവിന് തുല്യമാണ്. വാപ്പാന്റെ ഏട്ടനനിയന്മാരുണ്ടല്ലോ, അവരാരാ? നമ്മളെ നേരെ വാപ്പാന്റെ സ്ഥാനത്താണ്. വാപ്പാക്ക് കൊടുക്കണ പരിഗണന വാപ്പാന്റെ ഏട്ടനനിയന്മാർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ റസൂലുള്ളാഹി തങ്ങളുടെ എളാപ്പയാണ് അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റി ഉമർ ഖത്താബ് പറഞ്ഞെന്താ? കാന യറാ ലിൽ അബ്ബാസി മാ യറൽ വലദു ലിവാലിദിഹി, ഒരു മകൻ വാപ്പാക്ക് കൊടുക്കുന്ന അക്കടപാടുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അങ്ങനെ തന്നെ തന്റെ പിതാവ് അല്ലെങ്കിൽ പിതാവിന്റെ സഹോദരനായ അബ്ബാസ് എന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുലർത്തിയിട്ടുണ്ട്. യുഅല്ലിമുഹു, നബി തങ്ങൾ ഈ പിതൃ സഹോദരനെ ബഹുമാനിക്കുമായിരുന്നു. വായ നിറച്ച് അവരെ കുറിച്ച് മധു പറയുകയായിരുന്നു, വല്ലാതെ വർണ്ണിച്ച് വാഴ്ത്തി പറയുകയായിരുന്നു. ആ പിതൃ സഹോദരനാകുന്ന അബ്ബാസ് എന്നവർക്ക് എന്തെങ്കിലും നടത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുകയായിരുന്നു. ബാപ്പാന്റെ ആഗ്രഹം മക്കള് പൂർത്തിയാക്കി കൊടുക്കണ്ടേ? അതുപോലെ അബ്ബാസ് എന്നവരുടെ ആഗ്രഹങ്ങൾ ആര് പൂർത്തിയാക്കി കൊടുക്കും? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ജനങ്ങളോട് പറയുന്നത് എന്താണെന്ന് പറയും? ഫഖ്തദൂ, നിങ്ങൾ അനുകരിക്കണം, നിങ്ങൾ പിന്തുടരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി അംമിഹിൽ അബ്ബാസ്. നബി തങ്ങൾ അവിടുത്തെ പിതൃ സഹോദരനായ അബ്ബാസ് തങ്ങളിൽ കാണിച്ചതുപോലെ ആ മാതൃക നിങ്ങൾ പിൻപറ്റണം. വത്തഖിദൂഹു, നിങ്ങൾ ഈ അബ്ബാസ് എന്നവരെ ആക്കണം വസീലത്തൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള തവസ്സുലാക്കണം, ഇടമാർഗമാക്കണം, ഇടയാളമാക്കണം. ഫീമാ നസല ബിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ ആ വിഷമത്തിൽ നിന്ന് മോചനം കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി, ഒരു ഇടയാളരായി ആരെ നിങ്ങൾ സ്വീകരിക്കണം? അബ്ബാസ് എന്നവരെ സ്വീകരിക്കണം എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. വബ്തഗൂ ഇലൈഹിൽ വസീലത, നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീലയെ തേടണം. ഈ വസീല എന്ന് പറഞ്ഞാൽ എന്താ? ഇടമാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടണം. നോമ്പ് നോറ്റുകൊണ്ട് ദ്വാരക്കുക, അത് അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സാധിച്ചു കിട്ടാനുള്ള മാർഗമാണ്. ഖുർആൻ ഓതിക്കൊണ്ട് ദ്വാരക്കുക, അങ്ങനെ എന്തെങ്കിലും സ്വതക്ക ചെയ്തുകൊണ്ട് ദ്വാരക്കുക. അപ്പൊ ഇതൊക്കെ തവസ്സുലുകളാണ്, ഇടമാർഗങ്ങളാണ്, അള്ളാഹുവിലേക്ക് നമ്മളെ എത്തിക്കുന്ന, നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുള്ള എളുപ്പ വഴികളിൽ പെട്ടതാണ്. ഇതുപോലുള്ള സുഹൃതങ്ങൾ മുന്നിട്ട് വെച്ച് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുക. അതുപോലെയാണ് സ്വാലിഹീങ്ങളെ മുൻനിർത്തി തേടുന്നത്.
ആ തവസ്സുലാണ് ആര് ചെയ്യുന്നത്? ഉമർ ഖത്താബ് തങ്ങൾ ചെയ്യുന്നത്. ആരെക്കൊണ്ട്? തിരുനബിയുടെ പിതൃവ്യനായ അബ്ബാസ് എന്നവരെ ഇരുത്തിയിട്ട് അത് വെച്ചിട്ടാണ് പ്രാർത്ഥന. ഈ ഒരു നബിയെ കൊണ്ട്, പിന്നെ അബ്ബാസ് എന്നവരെ കൊണ്ട്, നബിയുടെ അളാപ്പയെ കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥന. അപ്പൊ ഇതെല്ലാം തവസ്സുലുകളാണ് എന്നാണ്. അപ്പൊ കാലത്തിൽ, ചരിത്രത്തിൽ പലതരത്തിലുള്ള അവസ്ഥകളും കടന്നുപോയിട്ടുണ്ട്. ഖലീഫമാരുടെ കാലത്ത് തന്നെയും മഴയില്ലാതെയും ജനങ്ങൾക്ക് ദുരിതമുണ്ടാകുന്ന അവസ്ഥകളൊക്കെ വന്നു. പക്ഷെ അവരൊക്കെ ആ ഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളും നമ്മൾ കാണിക്കേണ്ട സംസ്കാരങ്ങളും നമ്മുടെ ജീവിത രീതിയും എല്ലാം അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മുത്തുനബി തങ്ങൾക്ക് അല്ലാഹു തആല വസീലത്ത് ഫളീലത്ത് പദവി നൽകട്ടെ. അവരുടെയൊക്കെയും അതുപോലുള്ള മഹാന്മാരുടെയൊക്കെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അവരുടെയൊക്കെയും ഷഫാഅത്ത്, റെക്കമെൻഡുകൾ, അവരുടെ ശുപാർശ നമുക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.